ആ അസ്ത്രം മറ്റൊന്നുമല്ല, ഹൈവേ 746. ഇസ്രയേൽ അവരുടെ ചരിത്രത്തിൽ ഇന്നേ വരെ പയറ്റിട്ടുള്ള എല്ലാ സംഭവ വികാസങ്ങളും വിജയം കണ്ടിട്ടേ ഉള്ളൂ. ഗസയെ രണ്ടായി പിളർത്തിക്കൊണ്ട് ഈ ഹൈവേയും വെട്ടിത്തെളിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഫലം കൂടിയാണ്. ഗസയെ രണ്ടായി പിളർത്തി വൻമതിൽ പോലെ ഹൈവേ നിർമ്മിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇതിന്റെ പലതരത്തിലുള്ള ദൃശ്യങ്ങളും സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കമുള്ളവയും പുറത്തുവരികയാണ്. യുദ്ധാനന്തര ഗസയിൽ സൈനിക കടന്നുകയറ്റവും ഫലസ്തീനികളുടെ സഞ്ചാരം തടയുന്നതുമാണ് പ്രധാന ലക്ഷ്യം. ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ ഈ ഒരു ഹൈവേയിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് നെതന്യാഹു അടക്കമുള്ള വമ്പൻ ശക്തികൾ പറയുന്നത്. തെക്കൻ ഗസയെയും വടക്കൻ ഗസയെയും വേർതിരിക്കുന്ന റോഡ് നിർമ്മാണം ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച കടലിലേക്ക് എത്തും വിധത്തിലാണ് റോഡിന്റെ രൂപകൽപ്പന. US ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡീസ് ഓഫ് വാർ എന്ന CDP ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്കും തിരിച്ചുമുള്ള ഫലസ്തീനികളുടെ സ്വതന്ത്ര സഞ്ചാരത്തെ ഇത് തടയുമെന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുമുണ്ട്. ദീർഘകാലത്തേക്ക് ഗസയിൽ നിലയുറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധിനിവേശ സേന എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. നീണ്ടകാലത്തെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് റോഡെന്ന് ISW CDP റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഗസ സിറ്റിക്ക് നടുവിലൂടെ നെറ്റ്സാരിം ഇടനാഴി എന്ന പേരിലാണ് ഇടനാഴി നിർമ്മിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഹൈവേ 749. ഇസ്രായേൽ സൈനിക വിഭാഗമായ റിസർവ് എഞ്ചിനീയറിംഗ് കോർപ്പസിനാണ് നിർമ്മാണ ചുമതലയുള്ളത്. ഇതേക്കുറിച്ച് ഇസ്രായേൽ മാധ്യമമായ ചാനൽ 14 ആണ് ആദ്യ സംരക്ഷണം പുറത്തുവിട്ടത്. ഹൈവേയുടെ വടക്കും തെക്കും 1 കിലോമീറ്റർ ബഫർ സോൺ നിർമ്മിക്കുമെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി ഈ പ്രദേശങ്ങളിലുള്ള സർവകലാശാലകൾ, ആശുപത്രികൾ, പാർക്കുകൾ എന്നിവയ്ക്കൊപ്പം അനേകം പാർപ്പിട സമുച്ചയങ്ങളും പൊളിക്കുന്നതിന് എഞ്ചിനീയറിംഗ് യൂണിറ്റ് 601 ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും വ്യക്തമാണ്. ഇതിലൂടെ ഇസ്രായേൽ അവിടെ കൂടുതൽ രോക്ഷാകുലമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് അഴിച്ചുവിടുന്നതെന്ന് പലതരത്തിൽ പറയുന്നുണ്ട്. നിരവധി പേരുടെ വീടുകൾ, സർവകലാശാലകൾ, ആശുപത്രികൾ എന്നിവ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പൊളിച്ചു മാറ്റുന്നു എന്നാണ് ഇസ്രായേലിനെതിരെയുള്ള ആരോപണം. എന്നാൽ അങ്ങനെയല്ല, ഈ ഒരു ഹൈവേ അത് വേണ്ടതാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ. തുർക്കി ഹോസ്പിറ്റൽ, അൽ ഗസ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, മുഖ്റഖ്, അതുപോലെ തന്നെ ജുഹർദീഖ് എന്നീ കാർഷിക ഗ്രാമങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്കുകളായ നൂർ, ഷംസ്, ഏക്കർ കണക്കിന് കൃഷിഭൂമി എന്നിവയാണ് തകർത്ത് തരിപ്പണമാക്കുന്നത്. ഭാവിയിൽ ഈ പ്രദേശത്തേക്ക് സൈനിക കടന്നുകയറ്റം എളുപ്പത്തിലാക്കുന്നതിനും വടക്കൻ ഗസയിൽ നിന്ന് സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെട്ട 10 ലക്ഷത്തോളം ഫലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങാനാകാത്ത വിധം തടയിടാനും ഇടനാഴിക്ക് കഴിയുമെന്ന റിപ്പോർട്ടുകളും മറുവശത്തുണ്ട്. പ്രധാനമന്ത്രി ഏരിയൽ ഷറോണിനെ ഗസയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ ഭാഗമായി 2005 ഒഴിപ്പിച്ച നെറ്റ്സാരിം സെറ്റിൽമെന്റിന്റെ മുൻ മൈതാനത്തിലൂടെയാണ് ഇടനാഴി കടന്നുപോകുന്നത്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.